ഹലോ എവരിവൺ. സോ നീണ്ട നാളത്തെ കാത്തിരിപ്പിനും ടെൻഷനും ശേഷം നമ്മുടെ നീറ്റ് 2024 റിസൾട്ട് വന്നപ്പോൾ Q29 ബാച്ചിലെ നമ്മുടെ അഷിത മിസ്സിന്റെ സ്വന്തം ചുണക്കുട്ടികളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സോ നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. സോ നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങളുടെ സ്കോറും ഒന്ന് പറയാമോ? എൻ്റെ പേര് ആദിത്യകൃഷ്ണനാർ. ഞാൻ കോട്ടയത്ത് നിന്നാണ്. എൻ്റെ സ്കോർ 665 ആണ്. എൻ്റെ പേര് ഹരിനാരായണൻ. മുംബൈയിൽ നിന്നാണ്. എറണാകുളത്ത് സ്ഥലമുണ്ട്. എൻ്റെ സ്കോർ 665. ഞാൻ ശ്രീലക്ഷ്മി MP, സ്ഥലം മലപ്പുറം, സ്കോർ 686. എൻ്റെ പേര് പാർവതി എസ് പണിക്കർ. ഞാൻ എറണാകുളത്ത് നിന്ന് 676 ആണ് എൻ്റെ സ്കോർ. എൻ്റെ പേര് കെൻസ കെ. ഞാൻ കോഴിക്കോട് നിന്നാണ്. എൻ്റെ സ്കോർ 695. എൻ്റെ പേര് അക്സ റേച്ചൽ ജെയിംസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ്. എൻ്റെ ഈ വർഷത്തെ നീറ്റ് സ്കോർ 660. എൻ്റെ പേര് ദിപ്പാനിത എസ് കുമാർ. ഞാൻ കൊല്ലത്ത് നിന്നാണ്. എൻ്റെ സ്കോർ 701. എൻ്റെ പേര് ഹിമായം തൽഹത്ത്. ഞാൻ പാലക്കാട് നിന്നാണ്. എൻ്റെ സ്കോർ 680. എൻ്റെ പേര് അഖില എസ് കുമാർ. ഞാൻ കൊല്ലത്ത് നിന്നാണ്. എൻ്റെ സ്കോർ 674. സോ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് മിസ്സിന്റെ ഒപ്പം ഭയങ്കര പ്രൗഢ ഗംഭീരമായിട്ടാണ് നിൽക്കുന്നത്. മിസ്സേ, എന്താ ഇവരെ പറ്റി പറയണം? ആദ്യം മിസ്സിനോട് തന്നെ ചോദിക്കാം, ഇവരെ പറ്റിയുള്ള മിസ്സിന്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കുട്ടികളായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതെല്ലാം കേട്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവരെല്ലാവരും എൻ്റെ അനിയന്മാരും അനിയത്തിമാരെയും പോലെയാ. അതുകൊണ്ട് അത്രേ എനിക്ക് അവരെ പറ്റി പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് മിസ്സിനെ പറ്റി പറയാനുള്ളത്? ഒരു വർഷക്കാലം നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ അപ്സിലും ഡൗൺസിലും എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മിസ്സാ അല്ലേ? സോ മിസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മിസ് നമ്മളൊന്ന് കുറച്ച് പാടിയിരിക്കുന്നതിനെ തന്നെ മിസ് അപ്പം തന്നെ വരും, എന്നെ പറ്റിയിടാൻ ചോദിച്ച്. അപ്പം എത്രയായാലും നല്ല ഫ്രണ്ട്ലി ആണ്, നമുക്ക് സ്വന്തം ചേച്ചിയെ പോലെ കൂട്ടുകൊണ്ടുപോകാൻ. അപ്പോൾ നല്ല മോട്ടിവേഷൻ ആയിരുന്നു മിസ്. ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ മിസ്സില്ലാതെ എല്ലാവർക്കും ഭയങ്കര ഒരു മിസ് വീട്ടിലെ ചേച്ചിയുടെ പോലെയായിരുന്നു. മിസ് വളരെ ബെസ്റ്റ് മിസ്സായിരുന്നു. മിസ് മോട്ടിവേഷനൊക്കെ തരാറുണ്ട്. നമുക്കിങ്ങനെ മാർക്ക് കുറയുമ്പോൾ വിഷമം വരുമ്പോൾ മിസ് സന്തോഷിപ്പിക്കാറുണ്ട്. അപ്പോൾ മിസ് മെയിൻ മോട്ടിവേറ്റർ പോലെയായിരുന്നു നമുക്ക്. മിസ് ഒരു ടീച്ചർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ചേച്ചി എന്നുള്ള പോലെയായിരുന്നു എനിക്ക്. എല്ലാ അപ്സിലും ഡൗൺസിലും എല്ലാം മിസ് ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ മിസ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം ഇതുവരെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയതും മിസ്സാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് മിസ്സിൻ്റെ അടുത്ത്. ചില സമയങ്ങളിൽ നമുക്ക് തോന്നുമായിരുന്നു ഇനിയും പറ്റത്തില്ല, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ചില സമയമൊക്കെ. ഇപ്പോൾ ഹോസ്റ്റലായതുകൊണ്ട് വീട്ടിൽ നിന്നും ആരും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് കഴിയുന്ന സമയത്ത് നമുക്ക് സ്റ്റേ ബാക്ക് ചെയ്ത് മിസ്സിനോട് നമുക്ക് സംസാരിക്കുമായിരുന്നു. അത് പലപ്പോഴും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് പറയുകയാണെങ്കിൽ മിസ്സ് ഭയങ്കര ചില്ലായിരുന്നു. അല്ലാതെ ക്ലാസ് ഭയങ്കര ടഫായിട്ടോ അതോ മിസ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് ഇഷ്ടമുള്ളപ്പം ചെയ്യാനും അതിൻ്റെ കൂടെ പഠനത്തിനെ കൂട്ടാനാണ് മിസ്സ് പറയാ. മിസ്സ് എപ്പോഴും പറയും അധികം ടെൻഷൻ ഒന്നും അടിക്കണ്ട, റിലാക്സ് ആവുക, പിന്നെ കുറച്ച് എൻജോയ് ചെയ്യുക, പിന്നെ ബാക്കിയുള്ളത് പഠിക്കുക. പിന്നെ മിസ്സ് ഭയങ്കര മോട്ടിവേഷൻ തരും. ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മിസ്സ് ടെൻഷൻ പോകുന്ന വരെ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മോട്ടിവേഷൻ തന്നിട്ടാ വിടുക. അപ്പം അതേമാതിരി കുറേ പേര് സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു ടെൻഷൻ ഉണ്ടാകുമ്പം, എക്സ്പെഷ്യലി നീറ്റിൻ്റെ അടുത്താകുമ്പോൾ. അപ്പം മിസ്സ് എല്ലാവരോടും സംസാരിച്ച് മിസ്സ് കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിലും മിസ്സ് നിൽക്കും. മിസ്സിനോട് മോട്ടിവേഷൻ വേണമെന്ന് പറഞ്ഞാൽ മിസ്സ് മോട്ടിവേഷൻ തരും. അപ്പം അതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട് മിസ്സിനോട്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഞങ്ങളുടെ ബാച്ച് Q29, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അഷിത മിസ്. ക്ലാസ് ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും ഒരിക്കലും ഞങ്ങൾക്കതൊരു പുറത്തുനിന്ന് വന്ന ഒരാളുടെ കൂട്ടമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഞങ്ങളുടെ സ്വന്തം ഫാമിലി പോലെ ആയിരുന്നു മിസ്സ്. ഞങ്ങളുടെ കൂട്ടത്തിലൊരു അംഗത്തിനെ പോലെ ആയിരുന്നു. ഒരിക്കൽ പോലും മിസ് ഒരു ടീച്ചറായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ തോന്നിയിട്ടുള്ളത്. ഒരുപാട് താഴ്ന്നു പോയ സമയങ്ങളിലൊക്കെ മിസ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അവരെ ഞങ്ങളെ എല്ലാം കൂടെ നിർത്തി താങ്ങി നടത്തിയത് മിസ്സാണ്. പിന്നെ ക്ലാസ് ഫുള്ള് ഇത്രയും ഞങ്ങൾക്ക് നല്ലൊരു വിജയം നേടുന്നത് മിസ്സിന് നിർണായക ഒരു പങ്ക് തന്നെയുണ്ട്. ബ്രില്യൻറ്റിൻ്റെ എൻ്റെ ടീം ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. മിസ്സൊരു ചേച്ചീനെ പോലായിരുന്നു. എനിക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് എങ്ങനെ മാർക്ക് കൂടിയാലും കുറഞ്ഞാലും ടെൻഷൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ മിസ്സിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് എല്ലാ എക്സാം കഴിഞ്ഞ് സംസാരിക്കാൻ ചെന്നിട്ടുണ്ട്. മിസ് അപ്പോഴൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഒരേ പ്രോബ്ലം പറയുകയാണെങ്കിലും മിസ് അത് സമാധാനമായിട്ട് കേട്ടിരുന്നിട്ട് എപ്പോഴും ഒരു പുതിയ കാര്യം സജഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്, അത് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാ കാര്യത്തിലും, പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ബാക്കി മെൻ്റലി നമ്മൾ പല രീതിയിൽ ഞാൻ മിസ്സിനോട് എല്ലാം പറയുമായിരുന്നു. മിസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പാരൻസിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ എന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ എല്ലാ എക്സാം കഴിഞ്ഞ് ഞാൻ മിസ്സിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. മിസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത്. മിസ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്. മിസ് നല്ല ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എപ്പോഴും എന്ത് ടെൻഷൻ വരുമ്പോൾ എപ്പോഴും നല്ല സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കും. ഇതുവരെ എപ്പോഴും കരയുമ്പോൾ മിസ് ഇങ്ങനെ എന്താ ടെൻഷൻ അടിക്കണ്ട, എന്താ എല്ലാം ശരിയാവും, മാർക്കൊക്കെ കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്.
അതിനൊക്കെ ഇതുവരെ ഇത്രയും സ്കോർ എത്താനുള്ള മെയിൻ ഒരു സപ്പോർട്ട് മിസ്സിൻ്റെ തന്നെയാണ്. അതിന് വളരെ താങ്ക് യു. ഞങ്ങളിവിടെ വന്ന് ഫസ്റ്റ് ഡേ തൊട്ട് എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഇന്ന് വിക്ടറി ഡേ വരെ ഞങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ഞങ്ങളുടെ മിസ്സ്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഞങ്ങൾ മിസ്സിനോട് പറയായിരുന്നു. അത്രയ്ക്ക് ഞങ്ങളെ ഹെൽപ്ഫുൾ ആണ് മിസ്സ്. ഞങ്ങളിവിടെ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഒരു വലിയ റീസണും മിസ്സ് കൂടിയാണ്. താങ്ക് യു സോ മച്ച് മിസ്. ബ്രില്യൻ്റിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ട് തന്നെയാണ് അശ്വിത മിസ്. നമുക്കിപ്പോൾ ട്യൂറ്ററിൽ ആർക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും മിസ്സ് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് ചെയ്ത് നിൽക്കുമായിരുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ മാർക്കൊക്കെ കുറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മളെ പേഴ്സണലി വിളിച്ച് നമ്മളെ ഉപദേശിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അവസാനമൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറേ തന്ന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആയിരുന്നു. അപ്പോൾ അശ്വിത മിസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു പറയാം. താങ്ക് യു. പറഞ്ഞു കേട്ടതേ വെച്ചിട്ട് അശ്വിത മിസ് ഇവരുടെ ചങ്കും ചങ്കിടിപ്പും ഒക്കെയാണ്. മിസ്സാണ് ഇവരെ മെയിനായിട്ട് മോൾഡ് ചെയ്തുകൊണ്ട് വന്നത്. സോ നമ്മുടെ ബ്രില്യൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മെന്റൽ സപ്പോർട്ട് അത്രയ്ക്ക് തന്നെയുണ്ട്. മിസ്സിന്റെ ഒരു ഹെൽപ്പും നമ്മുടെ ബ്രില്യൻറ്റ് ഫാമിലിയുടെ സപ്പോർട്ടും ഇവിടുന്ന് കിട്ടിയ കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും സപ്പോർട്ടും വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഡ്രീം ക്യാമ്പസ് ഒക്കെ കാണുമായിരിക്കുമല്ലോ, ഇന്നടത്ത് കയറണം എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണുമായിരിക്കുമല്ലോ ഇല്ലേ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഓൾ ഇന്ത്യ വഴി തമിഴ്നാട് ഒരു മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജ്, GMC മുംബൈ. KFMC. ഇപ്പോൾ ഒരു 5-6 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ഇവരെ ഡോക്ടർമാരായിട്ട് കാണാൻ പറ്റും നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.